പ്രിയ സഹോദരിമാരെ, കർമ്മൽ മാതാവിൻ്റെ അരുമ മക്കളായ നമുക്കായി സ്വർഗത്തിൽ നിന്ന് ഈ അമ്മ നൽകിയ ഒരു സ്നേഹ സമ്മാനമാണ് തിരുവുത്തിരിയം. ഈ ഉത്തിരിയം നമ്മുടെ രക്ഷയ്ക്ക് വേണ്ടി, നന്മയ്ക്ക് വേണ്ടി, അഭിവൃദ്ധിക്ക് വേണ്ടിയൊക്കെ ലക്ഷ്യം വെച്ചുകൊണ്ടാണ് മാതാവ് നൽകിയിരിക്കുന്നത്. വിശുദ്ധ സൈമൺ സ്റ്റോക്ക് പ്രാർത്ഥിച്ചത് വളരെ ഹൃദയപൂർവ്വം ആത്മാർത്ഥമായി കണ്ണീർ ചിന്തിയുള്ള പ്രാർത്ഥനയായിരുന്നു. അമ്മയെ സഹായിക്കണമേ, ഈ അപകടാവസ്ഥയിൽ കർമ്മല സഭയെ രക്ഷിക്കുവാൻ അങ്ങ് കനിഞ്ഞ് തിരുമനസ്സായി ഇറങ്ങി വരണമേ എന്നൊക്കെയുള്ള ആ പ്രാർത്ഥനയ്ക്ക് മാതാവ് നൽകിയ മറുപടിയാണ് 1251 ജൂലൈ 16 മാതാവ് പ്രത്യക്ഷപ്പെട്ടുകൊണ്ട് തിരുവുത്തിരിയും വിശുദ്ധ സൈമൺ സ്റ്റോക്കിൽ നൽകിയത്. അന്ന് പറഞ്ഞു, എൻ്റെ പ്രത്യേകമായ സ്നേഹവും പരിഗണനയും ഉണ്ടെന്നുള്ളതിൻ്റെ അടയാളമായി ഈ ഉത്തിരിയം സ്വീകരിക്കുക, ഈ വസ്ത്രം സ്വീകരിക്കുക. എൻ്റെ ഈ വസ്ത്രം ധരിച്ചുകൊണ്ട് മരിക്കുന്നവരാരും നിത്യ നരാഗ്നിയിൽ പതിക്കുകയില്ല. വളരെ വലിയൊരു വാഗ്ദാനം, ആശ്വാസദായകമായ വാഗ്ദാനം, പ്രത്യാശ നൽകുന്ന ഹൃദയങ്ങൾ പ്രത്യാശ നിറയ്ക്കുന്ന വാഗ്ദാനം ആണ് മാതാവ് അതുവഴി നമുക്ക് നൽകിയിരിക്കുന്നത്. ചരിത്രത്തിൽ ഇന്നോളം എന്തുമാത്രം വിശുദ്ധരും മാർപ്പാപ്പമാരും സഭാ നേതാക്കന്മാരും വലിയ പണ്ഡിതന്മാരും ഒക്കെ ഈ തിരുസഭയെ മുക്തകണ്ഠം പുകഴ്ത്തി പറഞ്ഞിട്ടുണ്ട്. Pius 12 മാർപ്പാപ്പ പറഞ്ഞത്, മാതാവിന് വിമല ഹൃദയത്തിന് നമ്മെ തന്നെ പ്രതിഷ്ഠിക്കുന്നതിൻ്റെ ബാഹ്യമായ അടയാളമാണ് തിരുവുത്തിരിയം. മാതാവിന് പ്രതിഷ്ഠിക്കുന്നതിൻ്റെ ബാഹ്യമായ അടയാളമാണ്. ഈ തിരുവുത്തിരിയം ധരിച്ചിരിക്കുന്നവർ തങ്ങളെ തന്നെ മാതാവിന് പ്രതിഷ്ഠിച്ചിരിക്കുന്നവരാണ്, മാതാവിന് വിമല ഹൃദയത്തിൽ സ്ഥാനം കണ്ടെത്തിയിരിക്കുന്നവരാണ്. അതുപോലെ ജോൺ പോൾ 2 മാർപ്പാപ്പ അദ്ദേഹം പറയുന്നത് 2001 മാതാവ് തിരുവുത്തിരി നൽകിയതിൻ്റെ 750-ാം വാർഷികം ആചരിച്ചു. അന്ന് ജോൺ പോൾ 2 മാർപ്പാപ്പയാണ് സഭയെ ഭരിച്ചിരുന്നത്. അദ്ദേഹം വളരെ പ്രത്യേകമായും തനിക്ക് വ്യക്തിപരമായി ഉണ്ടായ ഈ തിരുവുത്തിരിയ ഭക്തിയെ എടുത്തു പറയുന്നുണ്ട്. എൻ്റെ എല്ലാ ആപൽസന്ധികളിലും എനിക്ക് ശക്തിയും സംരക്ഷണവും പകർന്നു വന്നത് ഈ തിരുവുത്തിരിയമാണ്. ഞാനത് എന്നും എൻ്റെ മാറോട് ചേർത്ത് ധരിക്കുന്നു. ഒരിക്കലും അത് എടുത്തു മാറ്റുവാൻ ഞാൻ താല്പര്യം കാണിച്ചിട്ടില്ല. അതിൻ്റെ പ്രത്യേകമായ സംരക്ഷണം അതിന് അനുഭവപ്പെട്ടു. നമുക്കറിയാം, 1981 മെയ് 13 പത്രോസിൻ്റെ ചത്വരത്തിൽ വച്ച്, അങ്കണത്തിൽ വച്ച് മാർപ്പാപ്പയ്ക്ക് വെടിയേൽക്കുന്നു. മരിച്ചുവെന്ന് ഘാതകനായ വെടിവെച്ചവനായ അലിയാക്ക് ഉറച്ചു വിശ്വസിച്ചു. പക്ഷേ മാർപ്പാപ്പ മരിച്ചില്ല, രക്ഷപ്പെട്ടു. അതിനുള്ള കാരണമായിട്ട് എടുത്തു പറയുന്നത് വെടിവെച്ചവന് ഉന്നം പിഴച്ചതുകൊണ്ടോ അല്ലെങ്കിൽ അതിനെപ്പറ്റി എന്തെങ്കിലും അപാകത കൊണ്ടോ അല്ല, ഇടയ്ക്ക് ഒരു ശക്തി കടന്നു വന്നതുകൊണ്ടാണ്. അത് മാതാവിൻ്റെ തിരുവുത്തിരിയമാണ്. ഈ ഉത്തിരിയത്തെ സ്പർശിച്ച് വെടിയുടെ ദിശ മാറി നീങ്ങിയതുകൊണ്ടാണ് ഹൃദയത്തിൽ നേരിട്ട് പതിക്കാതെ മാർപ്പാപ്പയുടെ ജീവൻ രക്ഷപ്പെടുത്താൻ സാധിച്ചത്. ഇങ്ങനെ മാതാവിന് പ്രത്യേകമായ സംരക്ഷണം എടുത്തു പറയുന്ന ഒത്തിരിയേറെ സംഭവങ്ങൾ ചരിത്രത്തിലുടനീളം വലിയ വലിയ നമുക്ക് ഉറച്ച് വിശ്വസിക്കാവുന്ന വ്യക്തികൾ നമ്മോട് പറഞ്ഞു തരുന്നുണ്ട്. പ്രിയപ്പെട്ടവർ, നമുക്ക് കിട്ടിയ വലിയൊരു സ്നേഹ സമ്മാനമാണ്. നമ്മെ സ്നേഹിക്കുന്ന സ്വർഗീയ അമ്മ നമുക്ക് നൽകിയിരിക്കുന്ന സ്നേഹ സമ്മാനം, അതാണ് തിരുവുത്തിരിയം. ആ സമ്മാനം നമ്മൾ സന്തോഷത്തോടെ സ്വീകരിക്കുക. ആ സമ്മാനം നമ്മൾ കഴുത്തിൽ അണിയുക. അത് മാതാവിൻ്റെ പടച്ചട്ടയാണ്. അന്ധകാര പൈശാചിക ശക്തികൾ ഈ അടയാളം കാണുമ്പോൾ ഭയന്നു പറിച്ച് ഓടിപ്പോകുന്നുവെന്നാണ് രേഖപ്പെടുത്തിയിരിക്കുന്നത്. അങ്ങനെയുള്ള വളരെ വലിയ അനുഗ്രഹങ്ങൾ നിറഞ്ഞ ശക്തി നമുക്ക് പകർന്നു വരുന്ന, വളരെയേറെ ശക്തി പ്രകടിപ്പിച്ച് ശത്രുക്കളെ ഭയപ്പെടുത്തി ഓടിയകറ്റുന്ന ആ തിരുവുത്തിരിയം നമുക്ക് സ്നേഹത്തോടെ, ഭക്തിയോടെ, സന്തോഷത്തോടെ സ്വീകരിക്കാം. നമുക്കത് ധരിച്ചുകൊണ്ട് മാതാവിൻ്റെ പ്രജകളാണ്, മാതാവിൻ്റെ പടച്ചട്ടി അണിഞ്ഞ് മാതാവിനോട് ചേർന്ന് നിൽക്കുന്ന പടയാളികളാണ്
എന്നുള്ള ആ ഒരു അവബോധത്തോടുകൂടെ, ധൈര്യത്തോടുകൂടെ, ആത്മാഭിമാനത്തോടുകൂടെ നമുക്ക് ജീവിക്കാൻ പരിശ്രമിക്കാം. പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ ആമേൻ.